നമസ്കാരം. ഇന്ന് ഇതുവരെയുള്ള വാർത്തകളുടെ സമഗ്ര ചിത്രം നോക്കാം. ലൈവ് അറ്റ് 6-ൽ ആദ്യം പ്രധാന വാർത്തകൾ. നടൻ കൃഷ്ണകുമാറിനും മകൾക്കുമെതിരായ ആരോപണത്തിൽ വഴിത്തിരിവ്. പണമെടുത്തെന്ന് ജീവനക്കാരികൾ സമ്മതിക്കുന്ന ഓഡിയോ സംഭാഷണം പുറത്ത്. ചേച്ചി അതല്ലേ ചേച്ചി ഞാൻ പറഞ്ഞത്, ഒരാൾക്ക് 50-നകത്ത് വെച്ച് ഞങ്ങൾ ഷെയർ ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന്, കിട്ടിയിട്ടുണ്ടെന്ന്. മണിക്കൂറുകൾ പൂട്ടിയിട്ടെന്നും മൊബൈൽ ഫോൺ തട്ടിയെടുത്തെന്നും ജീവനക്കാരികൾ. രാധുവിനെ സെപ്പറേറ്റ് ഒരു കാറിൽ, ഞങ്ങളെ രണ്ടുപേരും സെപ്പറേറ്റ് ഒരു കാറിൽ നിർബന്ധിപ്പിച്ച് അത് തട്ടിക്കൊണ്ട് പോകുന്നത് തന്നെയാണ്. നമ്മൾ അറിയാത്തൊരു വണ്ടിയിൽ നമ്മളെ കയറ്റിയിട്ട് പോകുന്നത്. ഗൂഢാലോചനയെന്നും സാമ്പത്തിക തട്ടിപ്പ് കണ്ടെത്തിയതിന്റെ പകരം വീട്ടലെന്നും കൃഷ്ണകുമാറും ദിയയും. കൗണ്ടർ കേസ് വിത്തൌട്ട് തെളിവ് എങ്ങനെ ന്യൂസിൽ പബ്ലിഷായി ഫസ്റ്റ് എന്നുള്ളത് നമുക്ക് ആർക്കും ഇപ്പോഴും അറിയില്ല. ഞാൻ അതിൽ ഞെട്ടിയിരിക്കുന്നത്. തട്ടിക്കൊണ്ടുപോകലിന് കൃഷ്ണകുമാറിനെതിരെ എഫ്ഐആർ. സ്ഥാപനത്തിൽ നിന്ന് 69 ലക്ഷം വെട്ടിച്ചതിൽ ജീവനക്കാർക്കെതിരെയും കേസ്. മന്ത്രി പി പ്രസാദിന്റെ വീടിന് മുന്നിൽ ഭാരതാംബയുടെ ചിത്രം വെച്ച് വിളക്കുകൊളുത്തി ബിജെപി. എല്ലാവരും നേതാക്കളുടെ വീടുകളിലേക്ക് മാർച്ച് നടത്തിയാൽ എന്താകും സ്ഥിതിയെന്ന് ഓർത്താൽ നല്ലതെന്ന് മന്ത്രി പി പ്രസാദ്. സിപിഎമ്മിനും സിപിഐക്കും ഒരേ നിലപാടെന്ന് എം പി ഗോവിന്ദൻ. ഒക്ടോബറിൽ മെക്സി വരുമെന്ന് മന്ത്രി. പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചെന്ന് പ്രതിപക്ഷം. പാലക്കാട് തെരഞ്ഞെടുപ്പ് സമയത്തെ വാഗ്ദാനം എന്തായെന്ന് ലീഗ്. കിറ്റക്സ് ഗ്രൂപ്പ് ആന്ധ്രയിലേക്ക്. കേരളത്തിലെ ബിസിനസ് സാഹചര്യം മോശമായതായി സാബു എം ജേക്കബ്. സാഹചര്യങ്ങൾ ഇപ്പൊ കേരളത്തിന്റെ സാഹചര്യങ്ങളിൽ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. കേരളത്തിന്റെ സാഹചര്യം അന്നത്തേനേക്കാൾ കുറച്ചുകൂടി മോശമായെന്നുള്ളതല്ലാതെ അതിനേക്കാൾ നന്നായതായിട്ട് പറയാൻ പറ്റില്ല. വ്യവസായത്തിന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും നൽകുമെന്ന് ആന്ധ്രാമന്ത്രി എസ് സബിത. ഓപ്പറേഷൻ സിന്ദൂറിൽ പ്രധാനമന്ത്രിക്കെതിരെ കോൺഗ്രസിന്റെ നരേന്ദ്ര സറണ്ടർ പരാമർശം യോജിക്കാനാവാത്തതെന്ന് ന്യൂസ് 18 സർവേയിൽ ഭൂരിപക്ഷാഭിപ്രായം. ദേശ താൽപര്യത്തിനെതിരാണ് കോൺഗ്രസ് നിലപാടെന്നും സർവേ ഫലം. സിന്ധു നദീജല കരാർ പുനഃപരിശോധിക്കണമെന്ന പാകിസ്ഥാന്റെ അപേക്ഷ തള്ളി ഇന്ത്യ. ത്യാഗത്തിന്റെ സ്മരണ പുതുക്കി ബലിപെരുന്നാൾ. പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രാർത്ഥനാ ചടങ്ങുകൾ. പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ചും ഓപ്പറേഷൻ സിന്ദൂറിനെ അഭിനന്ദിച്ചും പാളയം ഇമാം. മണിക്കൂറിനിടെ പുതിയ 301 കോവിഡ് കേസുകൾ കൂടി. 127 പേർ കേരളത്തിൽ. വിവിധ സംസ്ഥാനങ്ങളായി 4 മരണം. രാജ്യത്താകെ കോവിഡ് ബാധിതരായ 5755 പേരിൽ കേരളത്തിൽ 1806 പേർ. വിശദമായി നോക്കാം. ബിജെപി നേതാവ് ജി കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ ഒബൈ ഓസിയിൽ നിന്ന് പണമെടുത്തു എന്ന് ജീവനക്കാർ സമ്മതിക്കുന്ന തെളിവ് പുറത്ത്. എന്നാൽ കൃഷ്ണകുമാർ ആരോപിക്കും പോലെ 69 ലക്ഷം രൂപ നഷ്ടമായോ എന്നതിൽ വ്യക്തത വന്നിട്ടില്ല. കൃഷ്ണകുമാറും കുടുംബവും ജാതീയമായി ആക്ഷേപിച്ചുവെന്നും വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയെന്നും ജീവനക്കാർ ആരോപിക്കുന്നു. എന്നാൽ ആരോപണങ്ങൾ കൃഷ്ണകുമാറും ദിയയും നിഷേധിച്ചു. ഇരുഭാഗത്തെയും പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ചേച്ചി അതല്ലേ ചേച്ചി ഞാൻ പറഞ്ഞത്, ഒരാൾക്ക് 50-നകത്ത് വെച്ച് ഞങ്ങൾ ഷെയർ ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന്, കിട്ടിയിട്ടുണ്ടെന്ന്. ഇത് മാത്രമുണ്ട് 55,000. അതല്ലാതെ 1000 സീറ്റോട്ട് വേറെ ഈ വേറെ കസ്റ്റമേഴ്സിന് വരാൻ പോകുന്നതേ ഉള്ളൂ. അതും കൂടെ വന്ന് കളക്ട് ചെയ്തിട്ടേ ഞാൻ ഈ വീട്ടിൽ നിന്ന് വട്ടിയൂർക്കാവ് സ്റ്റേഷനിലോട്ട് പോകുന്നുള്ളൂ. ജീവനക്കാർ തന്നെ റെക്കോർഡ് ചെയ്ത ദൃശ്യങ്ങളിലാണ് പണം എടുത്തു എന്ന് സമ്മതിക്കുന്ന കാര്യമുള്ളത്. എന്നാൽ കൃഷ്ണകുമാറും കുടുംബവും ആരോപിക്കുന്ന തരത്തിൽ 69 ലക്ഷം രൂപയുടെ കാര്യത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. കഴിഞ്ഞ ജൂലൈ മുതൽ വ്യാജ QR കോഡ് സ്ഥാപിച്ച് പണം തട്ടിയെന്നാണ് കൃഷ്ണകുമാറിന്റെ ആരോപണം. നികുതിയുടെ പ്രശ്നമുള്ളതുകൊണ്ട് തങ്ങളുടെ പേരിൽ QR കോഡ് വെക്കാൻ പറഞ്ഞതാണെന്ന് ജീവനക്കാർ വെളിപ്പെടുത്തുന്നു.
ഇപ്പൊ അവിടെ ജോലിക്ക് കയറിയിട്ട് 1 വർഷമായി. അപ്പൊ ഞങ്ങൾ ആദ്യമായിട്ട് അവിടെ ജോലിക്ക് കയറിയപ്പോൾ DMM ഞങ്ങളുടെ ഇങ്ങോട്ട് പറഞ്ഞത്, നിങ്ങൾ കസ്റ്റമേഴ്സിന്റെ പേയ്മെന്റ് ഒക്കെ നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിൽ മേടിച്ചാൽ മതി. കാരണം എന്റെ അക്കൗണ്ടിൽ മേടിച്ചാണ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ബാങ്കിന്റെ ഇഷ്യൂസ് വരുന്നുണ്ട്. ആദ്യം നമ്മുടെ അങ്ങനെയാണ് പറയുന്നത്, നിങ്ങളുടെ അക്കൗണ്ടിൽ മേടിച്ചാൽ മതി, എന്നിട്ട് വീക്കിലിയോ മന്ത്ലിയോ ഞാൻ എപ്പോഴാണോ വരുന്ന ആ സമയത്ത് നിങ്ങൾ എനിക്ക് ക്യാഷ് ആയിട്ട് കയ്യിൽ തന്നാൽ മതി എന്നാണ് DMM നമ്മളെ അറിയിച്ചിരുന്നത്. ജാതി അധിക്ഷേപമുണ്ടായെന്നും വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയെന്നും ജീവനക്കാരുടെ പരാതിയിലുണ്ട്. കാറ് കയറ്റിയിട്ട് നീ മുക്കുവത്തിയാ നിന്റെ ഭർത്താവ്. ഞാൻ പറഞ്ഞു ഞാൻ ഹിന്ദു ആണെന്ന് പറഞ്ഞു. അപ്പം നീ ഏത് ഹിന്ദു എന്നാണ് എന്റെ അടുത്ത് ചോദിച്ചത്. ക്രിമിനലാണ് നീയൊക്കെ, ക്രിമിനൽ എന്നാ പറഞ്ഞത്. വീട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് വന്നു. 3 കാറുകളിലായിട്ടാണ് ദിയ രാധുവിനെ സെപ്പറേറ്റ് ഒരു കാറിൽ, ഞങ്ങളെ 2 സെപ്പറേറ്റ് ഒരു കാറിൽ നിർബന്ധിപ്പിച്ച് അത് തട്ടിക്കൊണ്ട് പോകുന്നത് തന്നെയാണ്. നമ്മൾ അറിയാത്തൊരു വണ്ടിയിൽ നമ്മളെ കയറ്റിയിട്ട് പോകുന്നത്. കാറിൽ കയറ്റി ഭീഷണിപ്പെടുത്തിയെന്നും നികുതി പ്രശ്നം കാരണം QR കോഡ് മാറ്റിയെന്നുമുള്ള ആരോപണങ്ങൾ ദിയ തള്ളി. ഓഫീസിൽ പോകാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിവരം ഞാൻ ഇവരെയാണ് വിളിച്ച് ഏറ്റവും കൂടുതൽ അറിയിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് ഇന്ന് വയ്യ, ഞാൻ ഹോസ്പിറ്റലിലാണ്, നിങ്ങളെ വിശ്വസിച്ചെല്ലാം ഏൽപ്പിക്കുകയാണ്, ഇന്ന് എത്ര രൂപ വന്നു എന്നുള്ളതെല്ലാം എനിക്ക് ഈവനിങ് ആകുമ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാണ് ഞാൻ പോകുന്നത്. എനിക്ക് പൈസ പോയതിനേക്കാൾ വിശ്വാസവഞ്ചനയുടെ അതിന്റെ ഒരു വേദനയാണ് കൂടുതലുള്ളത്. ഒരു ത്രെട്ടൻ ചെയ്യുന്ന പോലെ ഒരാളുടെ ഹസ്ബൻഡ് എന്നെ വിളിച്ച് സംസാരിച്ചു. നമ്മളിത് കേസ് കൊടുത്തു എന്നെന്തോ അറിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നടപടി നമ്മൾ അതായിട്ട് തന്നെ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞു ഇല്ല പറ്റത്തില്ല, ഒരു പേപ്പറിൽ മര്യാദയ്ക്ക് എഴുതി തരണം, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പൈസയും തിരിച്ചു തരത്തില്ല എന്ന് പറഞ്ഞു എന്നെ ത്രെട്ടൻ. ജീവനക്കാരുടെ ആരോപണങ്ങളിൽ ഗൂഢാലോചനയുണ്ടെന്ന് കൃഷ്ണകുമാർ ആരോപിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. രാജ്ഭവനിലെ ഭാരതാംബ വിവാദത്തിൽ മന്ത്രി പി പ്രസാദിനെതിരെ പ്രതിഷേധം തുടർന്ന് BJP. നൂറനാട്ടെ വീടിന് മുൻപിലായിരുന്നു പ്രതിഷേധം. മാർച്ച് CPI പ്രവർത്തകർ തടഞ്ഞത് സംഘർഷാവസ്ഥയ്ക്ക് ഇടയാക്കി. വിഷയത്തിൽ CPIക്കും CPMനും ഒരേ നിലപാടാണെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇന്നലെ പി പ്രസാദിന്റെ ചേർത്തലയിലെ ഓഫീസ്, ഇന്ന് കായംകുളം നൂറനാട്ടെ വീട്ടിലേക്കായിരുന്നു BJP പ്രതിഷേധം. വീടിനു മുന്നിൽ ഭാരതാംബയുടെ ചിത്രം വെച്ച് വിളക്ക് കൊളുത്താനായിരുന്നു നീക്കം. എന്നാൽ CPI പ്രവർത്തകർ സംഘടിച്ചെത്തിയതോടെ കാര്യങ്ങൾ സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങി. നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്നായിരുന്നു പി പ്രസാദിന്റെ പ്രതികരണം. ഞങ്ങൾ പറയുന്നത് രാജ്യസ്നേഹത്തിന്റെ ആണോ ദേശസ്നേഹത്തിന്റെ ആണോ ദേശീയ പതാക, അതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ചിഹ്നങ്ങൾ, ബിംബങ്ങൾ, അടയാളങ്ങൾ. അതിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ നിൽക്കും എന്നുള്ള ഒരു സന്ദേശം കേരളം കൊടുക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ പരിപാടി സംഘടിപ്പിച്ചത്. ഗവർണറോട് CPMന് മൃദു സമീപനമാണെന്ന ആരോപണം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തള്ളി. അത്തരം വാദങ്ങൾ അസംബന്ധമാണ്. രാജ്ഭവനിൽ സംഭവിച്ച കാര്യങ്ങളെ CPM ശക്തമായി എതിർക്കുന്നതായും ഇന്നും ആവർത്തിച്ചു. രാജ്ഭവൻ ഒരു RSS കേന്ദ്രമാക്കി ഉപയോഗിച്ച് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വർഗീയവൽക്കരണത്തിന്റെ ഭാഗമാക്കി ഉപയോഗിക്കാൻ പാടില്ല. വിഷയത്തിൽ CPI നിലപാട് ശക്തമാക്കുകയാണ്. ഭാരതാംബ എന്നാൽ ജനങ്ങളാണെന്ന നെഹ്റുവിന്റെ ആശയം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഓർമ്മിപ്പിച്ചു. ഭാരതമാതാവിന്റെ പ്രതീകം ദേശീയ പതാകയാണെന്ന് പ്രഖ്യാപിച്ച് പാർട്ടി ബ്രാഞ്ചുകളിൽ ദേശീയ പതാക ഉയർത്തി വൃക്ഷത്തൈകൾ നട്ടായിരുന്നു CPI പ്രതിഷേധം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. നിലമ്പൂരിലെ പോര് മെസ്സിയുടെ പേരിൽ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ചൂടുള്ള ചർച്ചാവിഷയമായി ലയണൽ മെസ്സിയുടെ വരവ്. മെസ്സി ഒക്ടോബറിൽ കേരളത്തിലെത്തുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ വ്യക്തമാക്കി. എന്നാൽ മന്ത്രിയുടെ ഉറപ്പ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണെന്ന ആക്ഷേപവും ഇപ്പോൾ ഉയരുന്നുണ്ട്. മെസ്സി വരും ടാ എന്നായിരുന്നു മന്ത്രി വി അബ്ദുറഹ്മാന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. മെസ്സി ഒക്ടോബറിലെത്തുമെന്നും സ്പോൺസർമാർ തുക അടച്ചു കഴിഞ്ഞെന്നും സർക്കാരിന് യാതൊരു ബാധ്യതയുമില്ലെന്നും വി അബ്ദുറഹ്മാൻ പറഞ്ഞു. ഇന്ന് സ്പോൺസർ അവർക്ക് ആവശ്യമായ മാച്ച് ഫീ അയച്ചു എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി മറ്റു തടസ്സങ്ങളൊന്നുമില്ല. ലോക ഫുട്ബോൾ രാജാക്കന്മാർ കേരളത്തിൽ വരുമ്പോൾ അവർക്ക് കേരളത്തിന്റെ അതിഥികളായിട്ടാണ് അവരെത്തുക. അവർക്ക് ആവശ്യമായുള്ള സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ള ഗവൺമെന്റ് ബാധ്യതയാണ്. അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട്. എന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് വി അബ്ദുറഹ്മാന്റെ ഇപ്പോഴത്തെ പ്രഖ്യാപനമെന്നാണ് ഉയരുന്ന ആക്ഷേപം. മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ തന്നെ വിമർശനങ്ങളും ആക്ഷേപങ്ങളും ശക്തമാണ്. മന്ത്രിയുടെ പ്രഖ്യാപനത്തിൽ വ്യക്തത വരുത്തണമെന്ന് യൂത്ത് ലീഗും ആവശ്യപ്പെട്ടു. കായിക മന്ത്രി കേരളത്തിലെ മൊത്തം ഫുട്ബോൾ പ്രേമികരെ ട്രോളുകയാണോ എന്ന ഒരു സംശയമാണ് അദ്ദേഹത്തിൻ്റെ ഓരോ പ്രസ്താവനകളും ഓരോ ഫേസ്ബുക്ക് പോസ്റ്റുകളും ഇതുമായി ബന്ധപ്പെട്ട് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. ഒരു സർക്കാരിനെയാണ് അദ്ദേഹം പ്രതികരിക്കുന്നത് എന്ന് മറന്നു പോകരുത് എന്നാണ് ഓർമ്മപ്പെടുന്നത്. കാരണം ഒരു വ്യക്തതയില്ലാതെ കേരളം പോലെയുള്ള ഫുട്ബോളിന് ഏറെ ഇഷ്ടപ്പെടുന്ന സന്തോഷ് ട്രോഫിയൊക്കെ നിരവധി തവണ നേടിയിട്ടുള്ള വലിയ കളിക്കാരെ സംഭാവന ചെയ്ത ഒരു സംസ്ഥാനത്തെ മുഴുവൻ ഫുട്ബോൾ ആസ്വാദകരെയും ഇങ്ങനെ
നിരന്തരം മാറ്റിപ്പറയുന്ന പ്രസ്താവനകളുമായി വരുന്നത് വളരെയധികം പ്രതിഷേധാർഹമാണ്. നിലമ്പൂർ മണ്ഡലത്തിലെ വോട്ടർമാർ സമ്മിശ്രമായാണ് ഇതിനോട് പ്രതികരിച്ചത്. മെസ്സി വരുന്നതിനെ രാഷ്ട്രീയത്തിനതീതമായാണ് സ്വീകരിക്കുന്നതെന്ന് നിലമ്പൂർ പാലേമാടുകാർ പ്രതികരിച്ചു. എന്നാൽ വിമർശനവും ശക്തമാണ്. മെസ്സി തീർച്ചയായിട്ടും കേരളത്തിൽ വേണമെന്നാണ് ഞങ്ങളെല്ലാവരും ആഗ്രഹം. ഇതിപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടില്ല, ഒരു വർഷം മുമ്പ് പ്രഖ്യാപിച്ചതാണിത്. ഇതിന് കോടികൾ എത്ര ആണെങ്കിലും ഇത് സ്പോൺസർമാർ ഏറ്റെടുത്തിട്ടുണ്ട്. 1 രൂപ നമ്മൾ കേരളത്തിന് ചെലവ് വരുന്നില്ല എന്ന് നമ്മൾ അറിഞ്ഞത്. ഈ ഒരു 2 മാസം ഇനി അർജന്റീനയുടെ ടീമും മെസ്സിയും വരുന്നതിന് വേണ്ടി ഞങ്ങളിവിടെ ആഘോഷിക്കാൻ വേണ്ടി പോവുകയാണ്. അതായത് മെസ്സിനെ കാണിച്ചിട്ട് വോട്ട് ചെയ്യുന്ന പറയുന്നത് എന്ത് ബാലിശമായിട്ടുള്ള കാര്യമാണ്. മെസ്സി വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ ഇലക്ഷൻ സമയത്ത് ഇതുപോലുള്ള പ്രഖ്യാപനങ്ങൾ, പെൻഷൻ വിവാദം, ദേശീയപാത നിർമ്മാണം, ബക്രീദ് അവധി തുടങ്ങി മറ്റു വിഷയങ്ങളെക്കാൾ ചൂടുള്ള ചർച്ചയാകും നിലമ്പൂരിൽ മെസ്സിയുടെ വരവ്. ന്യൂസ് 18 മലപ്പുറം. പതിവ് പ്രചാരണത്തിന് അവധി കൊടുത്ത് പെരുന്നാൾ ആഘോഷത്തിലാണ് നിലമ്പൂരിലെ സ്ഥാനാർത്ഥികളും. പള്ളികളും ഈദ്ഗാഹുകളും സന്ദർശിച്ചും ആശംസകൾ നേർന്നും രാവിലെ മുതൽ സ്ഥാനാർത്ഥികൾ സജീവമാണ്. UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൌക്കത്ത് നിലമ്പൂർ മിനർവ സലഫി മസ്ജിദിലും തൃണമൂൽ സ്വതന്ത്രൻ PV അൻവർ എടക്കര പള്ളിയിലും ഈദ് നമസ്കാരത്തിൽ പങ്കെടുത്തു. പാട്ടക്കരമ്പ് ഉന്നതയിലാണ് UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൌക്കത്തിന്റെ പെരുന്നാൾ ആഘോഷം. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സമർപ്പണത്തിന്റെയും ഓർമ്മ പുതുക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ ബലിപെരുന്നാളിന് നമ്മുടെയൊക്കെ ഒരു ആത്മസമർപ്പണത്തിന്റെ ഒരു വലിയ പ്രാർത്ഥന എല്ലാവരും ചെയ്യുന്നു എന്നതാണ്. ചന്തക്കുന്നിലെ ഈദ്ഗാഹിലെത്തി LDF സ്ഥാനാർത്ഥി M സ്വരാജ് ആശംസകൾ നേർന്നു. CPM സംസ്ഥാന സമിതി അംഗം PK സൈനബയുടെ വീട്ടിലായിരുന്നു സ്ഥാനാർത്ഥികൾക്കും നേതാക്കൾക്കും ഉച്ചഭക്ഷണം. എല്ലാ ആഘോഷങ്ങളും ഒരുപോലെ കാണുന്ന മതേതര മനസ്സാണ് നിലമ്പൂരിൻ്റെതെന്ന് M സ്വരാജ് പറഞ്ഞു. അചഞ്ചലമായ വിശ്വാസത്തിന്റെയും എല്ലാം പ്രതീകമായി ആഘോഷിക്കുന്നതാണ്. എന്നാൽ നിലമ്പൂരിനെ സംബന്ധിച്ച് എല്ലാ ആഘോഷങ്ങളും മതനിരപേക്ഷമായ ഒരു ഉള്ളടക്കത്തോടെ എല്ലാവരും ചേർന്ന് ആഘോഷിക്കുന്ന ഒരു പൈതൃകമാണ് ഇവിടെ ഉള്ളത്. NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ് പോത്തുകല്ല് പഞ്ചായത്തിൽ പര്യടനം നടത്തി. ഉപ്പട മസ്ജിദിലെത്തിയ സ്ഥാനാർത്ഥിയെയും കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനെയും പള്ളി ഭാരവാഹികൾ സ്വീകരിച്ച് പള്ളിക്കുള്ളിലേക്ക് കൊണ്ടുപോയി. വളരെ നന്നായി പോകുന്നു. എല്ലാ വിഭാഗം ആളുകളും ഞങ്ങൾക്ക് വളരെ സപ്പോർട്ടാണ്. പോസിറ്റീവായിട്ട് ആളുകൾ ചിന്തിക്കുന്നു. ഇവിടെ പങ്കിട്ട് പ്രാർത്ഥിക്കാമെന്ന ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഉറപ്പ് നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉസ്താദൊക്കെ നമുക്ക് വളരെ വേണ്ടപ്പെട്ടാണ്. ഉസ്താദ് നല്ലൊരു പ്രഭാഷകനാണ്. ഞങ്ങൾ പല വേദികളിലും പങ്കെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 നിലമ്പൂർ. പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തും ആശംസകൾ കൈമാറിയുമാണ് വിശ്വാസ സമൂഹം പെരുന്നാളിനെ വരവേറ്റത്. പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച തിരുവനന്തപുരം പാളയം ഇമാം ഒരു മതവും ഭീകരതയെ അംഗീകരിക്കുന്നില്ലെന്ന് പെരുന്നാൾ സന്ദേശത്തിൽ പറഞ്ഞു. പങ്കിടലിന്റെയും സ്നേഹത്തിന്റെയും ദിനം, സഹനത്തിന്റെ പകരം വയ്ക്കാനില്ലാത്ത സമർപ്പണം. മക്കയിലെ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന്റെ പരിസമാപ്തി കൂടിയാണ് വലിയ പെരുന്നാൾ. സംസ്ഥാനത്തെ വിവിധ പള്ളികളിലും ഈദ്ഗാഹുകളിലുമായിരുന്നു പെരുന്നാൾ നമസ്കാരം. തിരുവനന്തപുരം പാളയം ജമാ മസ്ജിദിൽ നടന്ന പ്രാർത്ഥനകൾക്ക് ഇമാം VP സുഹൈബ് മൗലവി നേതൃത്വം നൽകി. പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച പാളയം ഇമാം പഹൽഗാമിൽ കൊല്ലപ്പെട്ട സയ്യിദ് ആദിൽ അടക്കമുള്ള 26 പേർ മതപരമായി രാജ്യത്തെ തകർക്കാൻ കഴിയില്ല എന്നതിന്റെ തെളിവാണെന്ന് പെരുന്നാൾ സന്ദേശത്തിൽ പറഞ്ഞു. പാകിസ്ഥാന് തിരിച്ചടി നൽകിയ ഓപ്പറേഷൻ സിന്ദൂർ പ്രശംസനീയമാണ്. ഭീകരതയ്ക്കെതിരെ നടന്ന സൈനിക നടപടിയും ഏറെ പ്രശംസനീയമാണ്. അക്രമങ്ങൾക്കെതിരെ നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടാണെന്ന് വിളിച്ചു പറയാൻ ഈ സൈനിക നടപടികൾക്കായി എന്നുള്ളതാണ്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ സൈനികർക്കും ആദരവോടുകൂടി നാം നന്ദി അർപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, വഖഫും ഗാസയും പെരുന്നാൾ സന്ദേശത്തിൽ പരാമർശിക്കപ്പെട്ടു. മനുഷ്യാവകാശ നിയമങ്ങളെ ഒന്നടങ്കം പുച്ഛിച്ചു തള്ളിക്കൊണ്ടും അന്താരാഷ്ട്ര നിയമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടും ലോക ഭൂപടത്തിൽ നിന്ന് ഫലസ്തീനെ തുടച്ചു നീക്കാനാണ് ഇസ്രായേൽ തകൃതിയായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണം തടഞ്ഞുകൊണ്ടും അതുപോലെ കൊച്ചു കുഞ്ഞുങ്ങളെ പോലും പട്ടിണിക്കിട്ടുകൊണ്ടും ക്രൂരത മുന്നോട്ട് നീങ്ങുകയാണ് സഹോദരങ്ങളെ. അതിനാൽ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഫലസ്തീനികൾക്ക് വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. സയ്യിദ് അഹമ്മദുൽ കബീർ അൽ ബുഖാരിയുടെ നേതൃത്വത്തിലായിരുന്നു മലപ്പുറം മഅദിൻ ഗ്രാൻഡ് മസ്ജിദിലെ പെരുന്നാൾ നമസ്കാരം. എറണാകുളം ചക്കരപ്പറമ്പിന് സമീപം നടന്ന ഈദ്ഗാഹിന് അറഫ മസ്ജിദ് ഖദീബ് ഇസ്ഹാഖ് അസരി നേതൃത്വം നൽകി. ഈ ലോകത്തിന്റെ മുന്നിൽ
ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന ഈ സുന്ദരമായ സന്ദേശത്തെ ദളിതനും ആദിവാസിയും മുസ്ലിമും അമുസ്ലിമും ഉയർന്നവരും താഴ്ന്നവരും എന്ന സമൂഹം വേർതിരിക്കപ്പെട്ട ആളുകളെല്ലാം പ്രപഞ്ചനാഥന്റെ മുന്നിൽ മനുഷ്യരാണ്, ഏകോദര സഹോദരന്മാരാണ് എന്ന വലിയ പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ ഹജ്ജ് ഈ പെരുന്നാളിലൂടെ നമ്മൾ പ്രഖ്യാപിക്കുന്നത്. അതിരാവിലെ പുത്തൻ ഉടുപ്പിട്ടെത്തിയ വിശ്വാസികൾ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് പരസ്പരം ആശംസകൾ കൈമാറിയും സെൽഫി എടുത്തും സന്തോഷം പങ്കിട്ടു. ഒത്തുചേരലിന്റെ നിമിഷങ്ങളായിരുന്നു പിന്നീട്. ബന്ധുവീടുകൾ സന്ദർശിച്ചും സൗഹൃദം പുതുക്കിയും പ്രായഭേദമന്യേ പെരുന്നാൾ ആഘോഷമാക്കുകയാണ് ഓരോരുത്തരും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഹജ്ജിന്റെ പ്രധാന ചടങ്ങുകളെല്ലാം പൂർത്തിയായി. പൈശാചികതകൾക്കെതിരായ പ്രതീകാത്മക കല്ലെറിയൽ കർമ്മം നിർവഹിച്ച് ഹാജിമാർ മടങ്ങി. 10 ലക്ഷത്തിലേറെ ഹാജിമാരാണ് ഹറമിൽ പ്രാർത്ഥനയ്ക്കെത്തിയത്. ജീവിതത്തിലെ സകലതും ദൈവത്തിന് സമർപ്പിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ച് തലമുടി മുണ്ഡനം ചെയ്തതാണ് മടക്കം. തിന്മകളെ അകറ്റി തീർത്ഥാടകർ മടങ്ങുമ്പോൾ കുഞ്ഞിനെ പോലെ പരിശുദ്ധിയുള്ള മനുഷ്യനാവും എന്നാണ് വിശ്വാസം. ദൈവത്തിനു വേണ്ടിയുള്ള ത്യാഗത്തിന്റെ സ്മരണകളിലൂടെയാണ് ഹജ്ജിന്റെ എല്ലാ കർമ്മങ്ങളും. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ നരേന്ദ്ര സറണ്ടർ എന്ന പരാമർശം രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ആവർത്തിക്കുകയാണ്. കോൺഗ്രസിന്റെ ഈ നിലപാടിനെക്കുറിച്ച് ന്യൂസ് 18 രാജ്യവ്യാപകമായി നടത്തിയ സർവേയുടെ ഫലം പുറത്തുവിടുകയാണ്. ട്രംപിന് വഴങ്ങിയാണ് വെടിനിർത്തലിന് പ്രധാനമന്ത്രി തയ്യാറായത് എന്ന കോൺഗ്രസ് ആരോപണമായിരുന്നു സർവേക്ക് ആധാരം. കോൺഗ്രസിന്റെ നരേന്ദ്ര സറണ്ടർ പരാമർശത്തോട് യോജിക്കുന്നുണ്ടോ എന്ന ആദ്യ ചോദ്യത്തിന് യോജിക്കുന്നില്ല എന്നാണ് 87.55% ആളുകളും അഭിപ്രായപ്പെട്ടത്. 12.45% ആളുകളാണ് കോൺഗ്രസ് ആരോപണം ശരിവെച്ചത്. പ്രധാനമന്ത്രിക്കെതിരായ പരാമർശങ്ങൾ ദേശതാൽപര്യത്തിനെതിരോ എന്ന ചോദ്യത്തിന് ദേശതാൽപര്യത്തിന് എതിരെന്ന് 75.65% ആളുകൾ അഭിപ്രായം രേഖപ്പെടുത്തി. 24.35% ദേശതാൽപര്യത്തിന് എതിരല്ല എന്ന നിലപാടെടുത്തു. ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥിരമായി ശക്തമായ നിലപാടെടുക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് പ്രധാനമന്ത്രിയുടെ നിലപാട് ശക്തമെന്നായിരുന്നു 88.06% ആളുകളുടെയും നിലപാട്. 11.94% ആളുകൾ വിയോജിപ്പ് രേഖപ്പെടുത്തി. നരേന്ദ്ര സറണ്ടർ പോലുള്ള പരാമർശങ്ങൾ നടത്തുന്ന കോൺഗ്രസ് സൈന്യത്തോട് ആദരം കാണിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ടെന്ന നിലപാടെടുത്തത് 13.73%. കോൺഗ്രസ് സൈന്യത്തോട് ആദരവ് കാട്ടുന്നില്ലെന്ന് 86.27% അഭിപ്രായപ്പെട്ടു. അയൂബ് ഖാനുമായി സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ച ജവഹർലാൽ നെഹ്റു രാജ്യതാൽപര്യം ബലികഴിച്ചു എന്ന BJPയുടെ ആരോപണം ശരിയോ എന്ന ചോദ്യത്തിന് 83.38% യോജിപ്പ് രേഖപ്പെടുത്തി. 16.62% BJP ആരോപണം തള്ളിയത്. ന്യൂസ് 18 വെബ്സൈറ്റിലൂടെയും സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമിലൂടെയും ടെലിവിഷൻ ചാനൽ QR കോഡ് ഉപയോഗിച്ചുമായിരുന്നു ഈ സർവേ. ഇനി മറ്റു വാർത്തകളിലേക്ക്. കിറ്റക്സിനെ ആന്ധ്രാപ്രദേശിലേക്ക് സ്വാഗതം ചെയ്യുന്നുവെന്ന് മന്ത്രി എസ് സവിത. വ്യവസായത്തിന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും നൽകും. മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് സവിത കേരളത്തിലെത്തിയത്. സാബു എം ജേക്കബ് ആന്ധ്രയുടെ ക്ഷണം സ്വീകരിക്കുമെന്ന് കരുതുന്നതായും സവിത പറഞ്ഞു. He is an Andhra Pradesh great CM. He is direction given to me, go to Kerala, Cochin, meet the Kitek chairmen and you call them personally to invite the investments in Andhra. That's why I came here. I feel very happy since off day. Today off day we are total unit I visited. I interact with the employees also. And I feel very, very proud. കേരളത്തിലെ വ്യവസായ സാഹചര്യം ഒന്നുകൂടി മോശമായെന്നും തന്നെ ഭരണകൂടം മുഴുവനായി ചേർത്ത് ആക്രമിക്കുകയായിരുന്നു. കേരളത്തിൽ ബിസിനസ് ചെയ്താൽ മനസ്സമാധാനം ഉണ്ടാകില്ലെന്നും സാബു എം ജേക്കബ് പ്രതികരിച്ചു. അല്ല, നമ്മൾ സാഹചര്യങ്ങൾ ഇപ്പോൾ കേരളത്തിൻ്റെ സാഹചര്യങ്ങളിൽ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. കേരളത്തിൻ്റെ സാഹചര്യം അന്നത്തേനേക്കാൾ കുറച്ചുകൂടി മോശമായെന്നുള്ളതല്ലാതെ അതിനേക്കാൾ നന്നായതായിട്ട് പറയാൻ പറ്റില്ല. സംസ്ഥാന സർക്കാർ മാത്രമല്ല, എന്നെ ആക്രമിച്ചത് ഒരു MLA അല്ലെങ്കിൽ LDF പാർട്ടി, ഒരു സംസ്ഥാന ഗവൺമെൻറ്, ഭരണകൂടം, ഉദ്യോഗസ്ഥന്മാരെല്ലാവരും കൂടി കൂടിയിട്ടാണ്. അതിൽ ഒരാളെന്നുള്ളതല്ല, എല്ലാവരും കൂടി കൂടിയിട്ടാണ് ആക്രമിച്ചത്.
ഒരിടവേള. 2024 മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നതായുള്ള രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിനെതിരെ BJP. രാഹുൽ ഗാന്ധിയുടെ ആരോപണം ബാലിശമാണെന്നും പരീക്ഷയിൽ തോറ്റ കുട്ടിയുടേതിന് തുല്യമാണെന്നും BJP ആരോപിച്ചു. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ മാച്ച് ഫിക്സിംഗ് നടന്നതായി കഴിഞ്ഞ ദിവസം ഉന്നയിച്ച ആരോപണം രാഹുൽ ഗാന്ധി ഇന്ന് വീണ്ടും തന്റെ എക്സ് അക്കൌണ്ടിലൂടെ ആവർത്തിച്ചിരുന്നു. അതിനിടെ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി. തെരഞ്ഞെടുപ്പ് അനുകൂലമല്ലെങ്കിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ശരിയല്ലെന്നും നിയമത്തോടുള്ള അനാദരവാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. അന്തരിച്ച മുൻ KPCC അധ്യക്ഷൻ തെന്നല ബാലകൃഷ്ണപിള്ളയുടെ സംസ്കാരം തൈക്കാട് ശാന്തി കവാടത്തിൽ നടന്നു. ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ. KPCC ആസ്ഥാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള, മന്ത്രിമാർ, മറ്റ് പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു. തുടർന്ന് അയ്യപ്പ സേവാ സംഘം ആസ്ഥാനത്തും മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ഇന്ദിരാഭവനിൽ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങൾ ഉൾപ്പെടെ പങ്കെടുത്ത അനുസ്മരണ യോഗവും ഉണ്ടായിരുന്നു. രാജ്യത്ത് കോവിഡ് ബാധിച്ച് 4 മരണം കൂടി. കേരളം, തമിഴ്നാട്, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലാണ് മരണങ്ങൾ. കേരളത്തിൽ 59കാരനാണ് രോഗം ബാധിച്ച് മരിച്ചത്. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 5755ആയി. ഇതിൽ 1806 പേരും കേരളത്തിലാണ്. സിന്ധു നദീജല കരാറിൽ ചർച്ചകൾ പുനരാരംഭിക്കണമെന്ന അഭ്യർത്ഥനയുമായി വീണ്ടും പാകിസ്ഥാൻ. ജലശക്തി മന്ത്രാലയത്തിന് പാകിസ്ഥാൻ കത്തയച്ചു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള 3ാമത്തെ കത്താണിത്. ഇനിയും ജലം ലഭ്യമായില്ലെങ്കിൽ വിളകളെ ബാധിക്കുന്ന സാഹചര്യത്തിലാണ് പാകിസ്ഥാന്റെ നീക്കം. അതേസമയം ചർച്ചകൾക്ക് ഇല്ലെന്നും കരാർ മരവിപ്പിച്ച് നടപടി തുടരുമെന്നുമാണ് ഇന്ത്യയുടെ നിലപാട്. പാകിസ്ഥാനിലെ തീവ്രവാദികൾക്ക് ഇന്ത്യ നൽകിയ കനത്ത മറുപടിയായ ഓപ്പറേഷൻ സിന്ദൂർ നടന്നിട്ട് 1 മാസം പിന്നിട്ടു. ഏപ്രിൽ 22-ന് 26 നിരപരാധികളുടെ ജീവനെടുത്ത ഭീകരതയ്ക്ക് ഇന്ത്യ നൽകിയ പ്രതികരണം പാകിസ്ഥാൻ എല്ലാ കാലത്തും ഓർക്കുന്നതായിരുന്നു. മെയ് 6-നും 7-നും ഇടയിലെ രാത്രിയിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ആക്രമണം എല്ലാ അർത്ഥത്തിലും നീതി നടപ്പാക്കലായിരുന്നു. സിന്ദൂരം സന്തുഷ്ടമായ വൈവാഹിക ജീവിതത്തിന്റെയും ഐശ്വര്യത്തിന്റെയും പ്രതീകം. എന്നാൽ ആ ചുവന്ന പൊട്ടിന് ഇന്ന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. സ്ത്രീകളുടെ നെറ്റിയിലെ സിന്ദൂരം വെടിമരുന്നാകുമെന്ന് അത് മായ്ച്ചു കളഞ്ഞവർ ഇന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മെയ് 7-ന് പുലർച്ചെ 1:05-ന് തീവ്രവാദ ആസ്ഥാനങ്ങളിലും പരിശീലന കേന്ദ്രങ്ങളിലും ആകാശത്തു നിന്ന് തീമഴ വർഷിച്ചപ്പോൾ അത് പാകിസ്ഥാന് ബോധ്യപ്പെട്ടു കാണും. കൊലയ്ക്ക് ശേഷം പോയി മോദിയോട് പറയാൻ സ്ത്രീകളോട് പറഞ്ഞവർക്ക് വീരപരാക്രമികളുടെ സൈന്യം പുറകെ വരുമെന്ന് കണക്ക് കൂട്ടാനായില്ല. കര, നാവിക, വ്യോമസേനകൾ കൈകോർത്തു. ഇന്ത്യയുടെ പ്രതികരണം കൃത്യവും തന്ത്രപരവുമായിരുന്നു. നിയന്ത്രണ രേഖയോ അന്താരാഷ്ട്ര അതിർത്തിയോ കടക്കാതെ ഇന്ത്യൻ സൈന്യം തീവ്രവാദ കേന്ദ്രങ്ങൾ തകർത്തു. 1999 ഡിസംബറിൽ നടന്ന IC-814 വിമാന റാഞ്ചലിന്റെ സൂത്രധാരൻ ജെയ്ഷെ മുഹമ്മദ് നേതാവ് അബ്ദുൾ റൌഫ് അസർ ഉൾപ്പെടെ ആക്രമണങ്ങളിൽ 100-ലധികം ഭീകരർ കൊല്ലപ്പെട്ടു. അതിൽ ഭീകരൻ മസൂദ് അസറിന്റെ 10 കുടുംബാംഗങ്ങളും ഉൾപ്പെടുന്നു. ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ-ഇ-തൈബ, ഹിസ്ബുൾ മുജാഹിദീൻ തുടങ്ങിയ തീവ്രവാദ ഗ്രൂപ്പുകളുടെ 9 കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് കൃത്യമായ ആക്രമണം നടന്നത്. ഭീകരർ ഒരു കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്: ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല. സൈനിക രംഗത്ത് സാങ്കേതിക സ്വാശ്രയത്തിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയിൽ ഓപ്പറേഷൻ സിന്ദൂർ ഒരു നാഴികക്കല്ലാണ്. മതം പറയിച്ച് മാറ്റി നിർത്തിക്കൊന്നാൽ ഇന്ത്യ മതാടിസ്ഥാനത്തിൽ ഭിന്നിച്ചു നിൽക്കും എന്ന് കരുതിയവർക്ക് തെറ്റി. വിംഗ് കമാൻഡർ വ്യോമിക സിംഗും കേണൽ സോഫിയ ഖുറേഷിയും ഓപ്പറേഷൻ സിന്ദൂർ വിവരിച്ചപ്പോൾ 1700 ഭാഷകളിൽ സംസാരിക്കുന്ന ഇന്ത്യക്കാർ സൈന്യത്തെ പിന്തുണച്ച് ഒരേ സ്വരത്തിൽ വിളിച്ചു: ജയ് ഹിന്ദ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മാധ്യമപ്രവർത്തകയും ന്യൂസ് 18 കേരളയിലെ ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്ററുമായ അപർണ കുറുപ്പിന്റെ കോ അഹാവു തേവായി എന്ന നോവലിന്റെ 10 വ്യത്യസ്ത കവറുകളോടെയുള്ള പുതിയ എഡിഷൻ പ്രകാശനം ചെയ്തു. തിരുവനന്തപുരം കേസരി മീഡിയ ഹാളിൽ നടന്ന ചടങ്ങിൽ നടനും എഴുത്തുകാരനുമായ മധുപാൽ ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ മേഖലയിലുള്ള 10 പേർക്ക് പുസ്തകം നൽകിയാണ് പ്രകാശന ചടങ്ങ് നടന്നത്. എക്സ്പോസ് ബുക്സാണ് പുതിയ എഡിഷൻ പുറത്തിറക്കുന്നത്.
ഇനി ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം കാണാം. അനുശ്രീ ചേരും. നമസ്കാരം.